കെയില് പ്രത്യേകിച്ച് സ്കോട്ട്ലൻഡിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടാവേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതിപ്പോ ഒരു വീട്ടില് ഹസ്ബൻഡിനും വൈഫിനും ഉണ്ടെങ്കിൽ വളരെ ഹെൽപ്ഫുൾ ആണ്. കാരണം ഇവിടുത്തെ ഒരു ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ പോലെ റോട്ടിൽ ചെന്നിട്ട് കൈ നീട്ടി കഴിഞ്ഞാൽ നിർത്തി തരാനായിട്ട് ഓട്ടോ ചേട്ടന്മാരൊന്നും ഇല്ലാത്ത കാരണം ഇവിടെ ഇത്തിരി ഡിഫിക്കൽട്ട് ആണ് ട്രാൻസ്പോർട്ടേഷൻ. അപ്പൊ നമുക്ക് കുട്ടികൾക്ക് പല ആക്ടിവിറ്റീസിന് കൊണ്ടുപോകേണ്ടി വരും. മാത്രമല്ല ഇപ്പം നമുക്ക് ഹസ്ബൻഡിനും വൈഫിനും ഡ്യൂട്ടിക്ക് പോകേണ്ട ആവശ്യമുണ്ടല്ലോ. അപ്പം നമുക്ക് ഡ്യൂട്ടിക്ക് പോകാനായിട്ടൊക്കെ സൗകര്യമാണ് രണ്ടുപേർക്കും ലൈസൻസ് ഉള്ളത്. മാത്രമല്ല എനിക്ക് തോന്നുന്നു സ്ത്രീകൾക്ക് ലൈസൻസ് എടുക്കേണ്ടത് അതൊരു നെസസിറ്റി തന്നെയാണ്. പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള കൺട്രീസിൽ നമ്മൾ ജീവിക്കുമ്പോൾ അത് നമുക്ക് തരുന്ന ഒരു ഇൻഡിപെൻഡൻസ് ഉണ്ട്. മാത്രമല്ല നമുക്ക് ആ ഒരു സ്കില്ല് നമ്മൾ ലേൺ ചെയ്യുമ്പോൾ അത് നമുക്ക് തരുന്ന ഒരു കോൺഫിഡൻസ് അല്ലെങ്കിൽ നമ്മുടെ സെൽഫ് എസ്റ്റീമിലുള്ള ഒരു ഇൻക്രീസ് അതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. മാത്രമല്ല ഇപ്പം ലൈസൻസ് എടുക്കാന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചൊക്കെ അതൊരു സ്റ്റാർട്ടിങ്ങില് ഭയങ്കര പേടിയായിരുന്നു എങ്ങനെ വണ്ടി ഓടിക്കുമെന്നൊക്കെ. പക്ഷെ എന്റെ ഹസ്ബൻഡാണ് എന്നെ പുഷ് ചെയ്ത് ലൈസൻസ് എടുക്കാനായിട്ട് സഹായിച്ചത്. പക്ഷെ ഇന്ന് ഞാനത് പിന്തിരിഞ്ഞു നോക്കുമ്പോൾ അത് ഒത്തിരി നല്ലൊരു കാര്യമായിട്ട് തോന്നാം. കാരണം ഇപ്പോൾ ഹസ്ബൻഡ് ബിസി ആണെങ്കിലും ആ സമയത്ത് എനിക്ക് കുട്ടികളെ കൊണ്ട് അവരുടെ ആക്ടിവിറ്റീസിനെ കൊണ്ടുപോകാനായിട്ട് അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റൽ കേസ് തന്നെ ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. മാത്രമല്ല ഇവിടെ ടാക്സി ഒക്കെ വിളിച്ച് പോകാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എക്സ്പെൻസീവ് ആണ്. അതുകൊണ്ട് തന്നെ എനിക്ക് പറയാനുള്ളത് UK അല്ലെങ്കിൽ സ്കോട്ട്ലൻഡിലൊക്കെ സെറ്റിൽഡ് ആയിട്ടുള്ള എന്റെ പ്രിയപ്പെട്ട ചേച്ചിമാരോ അനിയത്തിമാരോ ഒക്കെ ലൈസൻസ് എടുക്കാനായിട്ട് പേടിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കുക, മുന്നോട്ട് ഇറങ്ങുക. ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടാവുള്ളൂ. വൺസ് ആ ഒരു സ്കില്ല് നമ്മൾ ലേൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കത് ഒത്തിരി എൻജോയ് ചെയ്യാൻ പറ്റും. ഒത്തിരി ഹെൽപ്ഫുൾ ആയിരിക്കും അത്.